ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് ചോദിക്കുന്നതല്ല. ഞങ്ങളുടെ വാർഡ് മെമ്പറിന്റെ അവിടം തൊട്ട് മുഖ്യമന്ത്രി വരെ ഒന്നിലധികം എലിജിബിളായ ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അങ്ങനെ ഒരാളിലേക്ക് ഒതുങ്ങുന്നതല്ല. ഒന്നിലധികം എലിജിബിളായ ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് എപ്പോഴും ഡിസ്കസ് ചെയ്ത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ച ചെയ്ത് അതിന്റെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തും. തീരുമാനങ്ങളിലേക്ക് എത്താൻ ചർച്ചകളുണ്ട്, ഏകപക്ഷീയമായ തീരുമാനങ്ങളില്ല. ആ തെറ്റൊന്നുമില്ല. ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ആ ചർച്ച നമുക്ക് ഇപ്പൊ 4 പേരുടെ പേരുണ്ടല്ലേ, 10 പേരുടെ പേരുണ്ടല്ലേ, ഈ ചർച്ച ചെയ്യുന്നതിൽ പല പേരുകൾ വെച്ച് നോക്കി അതൊന്ന് കണക്ക് കൂട്ടി എല്ലാത്തിലും ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ജനാധിപത്യത്തിന്റെ വളരെ ബേസിക്കായ ഒരു ശൈലി മാത്രമാണ്. നമ്മൾ ഒരാളിലേക്ക് അങ്ങനെ ചുരുങ്ങേണ്ട കാര്യമില്ല. രമേശ് പിഷാരടിയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളില് വളരെ വളരെ ഒരു പക്വതയോടുകൂടി എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയത് ഈ മുഖ്യമന്ത്രി ഈ പറയുന്ന രമേശ് പിഷാരടി ആണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം പല പ്രതികരണങ്ങളും പലയിടങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷേ വളരെ കൃത്യമായിട്ട് അതിന് കാരണങ്ങൾ, പല ആളുകളുടെ പേരുകൾ കേൾക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവിടെ ഇതേ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി അർഹതപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിൽ അവിടെ ഏറ്റവും കൂടുതൽ ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും വളരെ കൃത്യമായിട്ട് അവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാ. അത്രയേ ഉള്ളൂ അതിന്, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വളരെ കൃത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ യാതൊരു വിധത്തിൽ പാർട്ടിക്കുള്ളിലോ UDF-നുള്ളിലോ ഒന്നും എവിടെയും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ചർച്ചകളും എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാ. വളരെ കൃത്യമായിട്ട് ചർച്ചകൾ അത്രയും നടന്നിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉള്ളിലാണ്. മാധ്യമങ്ങൾ എല്ലാ ദിവസവും അവർക്ക് ഓരോ ചർച്ചകൾ വേണമായിരുന്നു, അല്ലേ? ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പൊ തൃശ്ശൂര് വെടിക്കെട്ടിന്റെ അവിടെ നടന്ന അപകടം, ഒരു ദുരന്തം, ആ ഒരു സംഭവം നടന്നതിൽ പിന്നെ ഈ ഒരു ചർച്ച എവിടെയും കാണാനില്ല, ഒരു മാധ്യമങ്ങളിലും ഇല്ല. ഇനിയിപ്പോ ഈ പറയുന്ന ഈ ദുരന്തത്തിന്റെ വാർത്തകൾ ഒന്ന് തണുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനടി അടുത്തത് ഈ ചർച്ച തന്നെ വീണ്ടും തിരിച്ചു വരും, അല്ലേ? അതുപോലെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ വാൽപ്പാറയിൽ ഒരു സ്കൂളിലെ അധ്യാപകര് ഒന്നടങ്കം ഒരു അപകടത്തിൽ പെട്ടപ്പോ ആ നിമിഷം മുതൽ ആ സമയം കഴിയുന്നത് വരെ എവിടെയും ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ അപകടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ വാർത്താ ദാരിദ്ര്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ചർച്ച ചെയ്യുന്നു, അവർ ഓരോരുത്തരുടെ പക്ഷം പിടിക്കുന്നു, ഓരോരുത്തരെ കുറിച്ചുള്ള പല പ്രൊഫൈലുകളും, അതാണ് കാണേണ്ടത്, പല പ്രൊഫൈലുകളും ഒക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ വേണ്ട വിധത്തിൽ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയും കോൺഗ്രസിനകത്തോ UDF-നകത്തോ നടക്കുന്നില്ല എന്നുള്ളതാ. അത്തരം ചർച്ചകൾ നടക്കേണ്ടത് എവിടെയാ? കൃത്യമായിട്ട് ചർച്ചകൾ നടക്കേണ്ടത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ UDF-നകത്ത്. ഈ 2 പ്ലാറ്റ്ഫോമിലും ഇത്തരം ഒരു ചർച്ചകളും എവിടെയും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു രീതിയിലും നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? നടന്നത് അത്രയും ഈ പറയുന്ന മാധ്യമങ്ങളിൽ മാത്രം. ഇവരതിനു വേണ്ടി എന്ത് ചെയ്യും? രാവിലെ തന്നെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ 1, 2, 3 കോൺഗ്രസ് നേതാക്കളെ പോയി കാണും. എന്നിട്ട് അവരോട് ചോദിക്കും ഇതെന്താണ്. അല്ലെങ്കിൽ ലീഗിന്റെ നേതാവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണും. അല്ലെങ്കിൽ UDF-മായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ ചെന്ന് കാണുക എല്ലാ ദിവസവും രാവിലെ. എന്നിട്ട് ഒരേ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയായി ചർച്ചകൾ നടക്കുന്നത്? മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടാണോ ഇത് മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ? ഇപ്പൊ എന്തൊക്കെ ചർച്ചകൾ മാധ്യമങ്ങളിൽ ഉണ്ടായി? സുധാകരൻ BJP-യിൽ സ്ഥാനാർത്ഥിയാകുന്നവരെ ചർച്ചകൾ ഉണ്ടായി, രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്നിട്ട് എന്തുണ്ടായി? സുധാകരൻ എവിടെയും മത്സരിക്കുക പോലും ചെയ്തില്ല, അല്ലേ? അപ്പം മാധ്യമങ്ങളുടെ ചർച്ചകൾ അത്തരത്തിലാണ്, അത്രയേ ഉള്ളൂ എന്നുള്ളതാ. ഇത് ചർച്ചകൾ നടക്കേണ്ടിടത്തൊന്നും എവിടെയും നടക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഇവർ ഈ കോലും തൂക്കി പോയിട്ട് കോൺഗ്രസിൻ്റെ ആണെങ്കിലും UDF-ൻ്റെ നേതാക്കളോട് ചോദിക്കുമ്പോൾ ചില ആളുകൾ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് മറുപടി പറയും, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും.
ഇത്രയൊക്കെ ചെയ്യുള്ളൂ. ചില ആളുകൾ കുറച്ചുകൂടി സെൻസിബിളായിട്ട് വളരെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കും. ചില ആളുകൾ ചിലപ്പോൾ അതിൻ്റെ കുതന്ത്രം മനസ്സിലാക്കാൻ കഴിയാതെ അവൻ്റെ മനസ്സിലുള്ളത് വളരെ നിഷ്കളങ്കമായിട്ട് അവൻ പറയും. അത്രേ സംഭവിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നടക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇന്നലെ ചില സാധാരണക്കാരായ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനപ്രതികരണം ഞാൻ കണ്ടു. അതിൽ ഒരാൾ ഈ പറയുന്ന മുഖ്യമന്ത്രി ചർച്ചകളെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കുക. അപ്പം അവർ പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇതൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാ. കേരളത്തിൻ്റെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതേക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം എവിടെയും ഒരു തരത്തിലും കമാ എന്നൊരക്ഷരം അവർ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, ഈ വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു രീതിയിലുള്ള ഒരു ചർച്ചകളും പൊതുസമൂഹം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് അത് ബോധ്യപ്പെട്ടതുമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന്, ഇപ്പം 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ? ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ വോട്ടിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസവും, ഒരു ദിവസത്തെ ഗ്യാപ്പാണ് റിസൾട്ടിനുണ്ടായത് അല്ലേ? ആ പിറ്റേ ദിവസവും എന്തായിരുന്നു ചർച്ച കേരളത്തിലെ മാധ്യമങ്ങളിൽ? രാഹുൽ മാങ്കൂട്ടം വിവാദം. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം തെരഞ്ഞെടുപ്പിൽ ഇപ്പം ചർച്ചയായി എന്ന് തന്നെ വിചാരിക്കുക. മാധ്യമങ്ങളുടെ നിലപാട് എങ്ങനെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ആ ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ചർച്ച പോലും എവിടെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ആരെങ്കിലും മിണ്ടുന്നത് നിങ്ങൾ കണ്ടോ? ആരെങ്കിലും ഒരാൾക്കും എവിടെയും ചർച്ച ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ അവർക്കൊരു ധാരണയാ, ഞങ്ങൾ എന്തോ ഇവിടുത്തെ പൊതുസമൂഹം ഞങ്ങളാണ് എന്ന് അവർക്കൊരു ധാരണ. അവരങ്ങനെ ധരിച്ചോട്ടെ, ആ തെറ്റിദ്ധാരണ അവർ കൊണ്ടു നടന്നോട്ടെ. സമൂഹത്തിനും അതാണ് നല്ലത്. സമൂഹം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കാത്തതുമാണ് നല്ലത്. അപ്പോൾ ഞങ്ങളാണ് കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്ത. എന്നാൽ അങ്ങനെയാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരിടത്തും കോൺഗ്രസിലോ UDFിലോ അല്ലെങ്കിൽ UDFിൻ്റെ പ്ലാറ്റ്ഫോമിലോ ഒരു പ്ലാറ്റ്ഫോമിലും എവിടെയും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ഈ പറയുന്ന പല പേരുകളുണ്ടാവും, അത്രയും ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് പേരിനൊരെണ്ണം യോഗ്യതയുള്ള ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ പാർട്ടിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഇത് മാത്രമാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത്രയധികം അഭിപ്രായ സ്വാതന്ത്ര്യം അത് കോൺഗ്രസ്സിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ജനാധിപത്യ പ്രവണത അതും കോൺഗ്രസ്സിൽ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമാണ് അത് കാണാനും കഴിയുന്നത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ആർക്കും ആരുടെയും അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്നും അതങ്ങനെ നിലനിൽക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രമേശ് പിഷാരടി പറഞ്ഞ പോലെ ചർച്ചകളൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്താ ചർച്ചകൾ ഉണ്ടാവുന്നതിന്? ആരുടെ പേരും ചർച്ചയിൽ വരാലോ, ചർച്ചകൾ ഉണ്ടായിക്കോട്ടെ. മനസ്സിലായില്ലേ? അവസാനം ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനത്തിനനുസരിച്ചുള്ള ഒരു നടപടിയും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ പ്രസക്തി ഏത് വരെ ഉള്ളൂ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ. പിന്നെ ചർച്ചകൾക്കൊന്നും സമയമില്ല. പിന്നെ അടുത്ത മുഖ്യമന്ത്രി അധികാരത്തിൽ വരികയാണ്. അവിടെ ഈ നെക്സ്റ്റ് മൂമെന്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന വിഷയദാരിദ്ര്യം അതവരങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ളത് എന്ത് വിഷയത്തിലാണ്? അത് ഈ പറയുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ഒരു
ക്യൂരിയോസിറ്റി മാത്രമാണ്. അപ്പം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം ഓരോരുത്തരും കൊടുത്ത് തലക്കെട്ട് അടുത്ത മുഖ്യമന്ത്രി ആര്, കെ മുരളീധരൻ്റെ പ്രതികരണം, ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് തലക്കെട്ടിൽ കൊടുക്കൂല. ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോയുടെ താഴെ എന്താണ് ഇപ്പം ചാണ്ടി ഉമ്മൻ എന്താ പറഞ്ഞു, സതീശ് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കെ മുരളീധരൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞോ? ഇത് പറയില്ല. ഒറ്റ വാക്കിൽ ആ തലക്കെട്ടിൽ അതിനുള്ള ഒരു ഇത് പറയില്ല. മറിച്ച് അവരുടെ വീഡിയോ അത് ജനം ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടിയുള്ള തത്രപ്പാട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ കാര്യങ്ങളില്ലെന്നേ. അപ്പോൾ അവിടെയാണ് ഈ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാ. ആ ചർച്ചകൾ ഇനിയിപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായാലും അത്തരം കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ കേട്ടത് അത്രയും പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള പല ആളുകളുടെയും പ്രതികരണങ്ങൾ മാത്രമാണ്. പാർട്ടി ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ്? പാർട്ടി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു യോഗം വിളിച്ച് അങ്ങനെയല്ല ചർച്ചകൾ ഉണ്ടാവുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് ചർച്ച? അങ്ങനെ ഒരു യോഗം എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് രമേശ് പിഷാരടി എത്രയോ സെൻസിബിൾ ആയിട്ടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ വ്യക്തിയെയാണ് പലപ്പോഴും പലരും അധിക്ഷേപിക്കുന്നത് കണ്ടത്. രാഷ്ട്രീയം അറിയില്ല, സിനിമാക്കാരനാണ്, കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആളുകളെക്കാളൊക്കെ കൂടുതൽ രാഷ്ട്രീയം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ രമേശ് പിഷാരടി എന്ന്.